ഡിയർ കസ്റ്റമേഴ്സ്, അപ്പോൾ നമ്മൾ ഏറ്റവും പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ ഒരു പ്രീമിയം ബൾക്ക് സോഫ്റ്റ്വെയറാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നതിൽ വെച്ചിട്ടുള്ള ഏറ്റവും പ്രീമിയം, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഈ സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള സോഫ്റ്റ്വെയർസൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സെല്ല് ചെയ്യൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം മറ്റുള്ള നമ്പറുകളൊക്കെ പെട്ടെന്ന് നമ്പർ ബാനിങ് വരും. ഇത് നമ്പർ ബാനിങ് വളരെ കുറവാണ്. ഒരു 90% അല്ലെങ്കിൽ 95% നിങ്ങൾക്ക് നമ്പർ ബാൻ ആവാതെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അതിനുള്ള കുറേ കാരണങ്ങൾ ഇതിൽ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ട് നിങ്ങൾ നമ്പർ ബാൻ ആവാതെ ഇതിൽ ചെയ്യാമെന്നുള്ളതിന് പ്രധാനപ്പെട്ട കുറേ പോയിന്റ്സ് ഉണ്ട്. നമ്മളൊരു 3 കാറ്റഗറി തിരിച്ചിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ഇത് ചെയ്യാം. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ വേറെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ഇതിൻ്റെ മൊത്തം ഫീച്ചേഴ്സ് ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതിനൊരു 3 കാറ്റഗറി ആയിട്ടാണ് ഞാൻ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ പ്രീമിയം ഫീച്ചേഴ്സ്, അഥവാ മറ്റുള്ള സോഫ്റ്റ്വെയർസിലൊന്നും ഇല്ലാത്ത എന്നാൽ ഈ ഒരു സോഫ്റ്റ്വെയറിലുള്ള പ്രീമിയം ആയിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ ആൻറ്റി ബാൻ സിസ്റ്റം ഇതിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. ബാൻ ആവാതെ ചെയ്യുന്ന കുറച്ച് സിസ്റ്റം. ഓക്കെ, അതിൽ ഫസ്റ്റ് ഓപ്ഷനാണ് അൺസബ്സ്ക്രൈബ് ബട്ടൺ എന്നുള്ളത്. അപ്പോൾ മറ്റുള്ള ഒന്നും ഇല്ലാത്തൊരു ഫീച്ചറാണിത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ താഴെ ഇങ്ങനെ അൺസബ്സ്ക്രൈബ്, ഇതിപ്പോൾ ഇൻട്രസ്റ്റഡ്, ഇതിൻ്റെ താഴെ അൺസബ്സ്ക്രൈബ് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ കൊടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതിപ്പോൾ ഞാൻ അയച്ചിട്ടുള്ള ഒരു മെസ്സേജാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഒരു നമ്പറിലേക്ക് തന്നെ അയച്ചിട്ടുള്ള മെസ്സേജ്. അപ്പോൾ ഇത് ഞാൻ ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ട് അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻട്രസ്റ്റഡ് അൺസബ്സ്ക്രൈബ്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ മെസ്സേജ് കിട്ടും. അൺസബ്സ്ക്രൈബ് നോക്കി കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ, താല്പര്യമില്ലാത്തൊരു കസ്റ്റമർ ബ്ലോക്കോ റിപ്പോർട്ടോ അടിക്കുന്നതിന് പകരം അയാൾക്ക് അൺസബ്സ്ക്രൈബ് എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് ചെയ്യുന്നതോട് കൂടി എന്ത് ചെയ്യും, ആ കസ്റ്റമറിന് പിന്നീട് നമ്മൾ അയക്കുന്ന മെസ്സേജ് ഒന്നും പോകില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും എക്സ്ക്ലൂഡ് അൺസബ്സ്ക്രൈബ്. പിന്നീട് നമ്മൾ അയക്കുന്ന മെസ്സേജിലൊക്കെ എന്ത് ചെയ്യും, ഈ അൺസബ്സ്ക്രൈബേഴ്സിന് പോവാതെ മെസ്സേജ് ഓട്ടോമാറ്റിക് ടിക്കായിട്ട് വരും. അവർക്കൊന്നും മെസ്സേജ് പോകില്ല നമ്മൾ അയക്കുന്ന മെസ്സേജ്. ഇനി നമുക്ക് അത് അൺസബ്സ്ക്രൈബ് ചെയ്തവർക്കും പോകണമെന്നുണ്ടെങ്കിൽ ഈ ടിക്ക് ഒഴിവാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു ഫീച്ചർ ഇതിൽ അവൈലബിൾ ആണ്. മറ്റുള്ള സോഫ്റ്റ്വെയർസിലൊന്നും അത് അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ കുറേ അധികം റിപ്പോർട്ടും ബ്ലോക്കും അടിക്കണം. നമ്മുടെ മെസ്സേജ് വരുന്നത് താല്പര്യമില്ലാത്ത ആൾക്കാർ റിപ്പോർട്ടും ബ്ലോക്കും അടിക്കുന്നത് നമുക്ക് ഇതുവഴി ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ. ഒരു പരിധി വരെ നമുക്ക് നമ്പർ ബാനിങ് ഒഴിവാക്കാൻ പറ്റും. പിന്നെയുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് നമ്പർ സ്വിച്ചിങ് എന്നുള്ളത്. നമ്പർ സ്വിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ നമുക്ക് ഏകദേശം 200ഓളം വാട്സപ്പ് നമ്പറുകൾ കണക്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ 3 വാട്സപ്പ് നമ്പറുകൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഏകദേശം അപ് ടു 200 വാട്സപ്പ് നമ്പേഴ്സ് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് വേറെ ഒരു സോഫ്റ്റ്വെയറിലും ഇല്ലാത്തൊരു ഫീച്ചറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പല വാട്സപ്പ് നമ്പറുകളും വെച്ചിട്ട് നമുക്ക് ഒരേ സമയം തന്നെ നമ്പർ സ്വിച്ചിങ്, അപ്പോൾ ഒരു 50 മെസ്സേജ് അല്ലെങ്കിൽ ഒരു 100 മെസ്സേജ് കഴിഞ്ഞാൽ അടുത്ത വാട്സപ്പ് നമ്പറിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ബൾക്ക് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അടുത്ത വാട്സപ്പ് നമ്പർ, അങ്ങനെ നമ്മൾ എത്ര വാട്സപ്പ് നമ്പർ ഇവിടെ നമ്മൾ കണക്ട് ചെയ്ത് വെക്കുന്നു, അങ്ങനെ ഓരോ വാട്സപ്പ് നമ്പറിൽ നിന്ന് മാറി മാറി നമുക്ക് മെസ്സേജസ് പോകാനുള്ള സിസ്റ്റം നമുക്ക് ഈ സോഫ്റ്റ്വെയറിലുണ്ട്. അത് മറ്റുള്ള സോഫ്റ്റ്വെയർസിലൊന്നും ഇല്ലാത്തൊരു ഫീച്ചറാണ്. അതുവഴി നമുക്ക് ഒരു നമ്പറിൽ തന്നെ തുടർച്ചയായിട്ട് മെസ്സേജ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വരുന്ന ആ ഒരു നമ്പർ ബാനിങ് പോസിബിലിറ്റി നമുക്ക് അതിലൂടെ ഒഴിവാക്കാൻ പറ്റും. ഒരു തേർഡ് ഓപ്ഷനാണ് വേരിയബിൾ സെൻഡിങ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കോണ്ടാക്ട്സ് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൽ നമുക്ക് വേരിയബിൾ സെൻഡിങ് ആണ് സിസ്റ്റം അവൈലബിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ നെയിം കൊടുക്കാം, കസ്റ്റമറെ നെയിം, കസ്റ്റമറെ നമ്പർ. വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മെസ്സേജ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഓർഗനൈസേഷൻ നടത്തുന്ന ആളാണ് നിൽക്കുക. അപ്പോൾ ഈ ഓർഗനൈസേഷനിൽ നിങ്ങൾക്ക് ഒരു 100 മെമ്പേഴ്സ് ഉണ്ട്. ഈ 100 മെമ്പേഴ്സിനും പല രീതിയിലുള്ള മെസ്സേജാണ് അയക്കാറുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓരോരുത്തരും ഓരോ എമൗണ്ട് ഡ്യൂസ് ഉണ്ട്. ഓരോരുത്തർക്ക് എമൗണ്ട് 500, പലരും പല എമൗണ്ടാണ് നിങ്ങൾക്ക് തരാനുള്ളത്. അപ്പോൾ നിങ്ങൾ ആളെ പേര് ചെയ്തു, അയാളെ നമ്പർ, അയാൾ തരാനുള്ള എമൗണ്ട്. അപ്പോൾ ഒരാൾ 500 ആയിരിക്കും തരാണ്ടാവുക, ഒരാൾ 200 ആയിരിക്കും തരാണ്ടാവുക, ഒരാൾ 100 ആയിരിക്കും തരാണ്ടാവുക. അങ്ങനെ പലരും പല എമൗണ്ട് ആയിരിക്കും തരാണ്ടാവുക. അപ്പോൾ ഈ എമൗണ്ട് തരാനുള്ളത് മെൻഷൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെസ്സേജ് അയക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനത്തെ ലിസ്റ്റാണ് ഇതിങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ നമ്പർ, ഇത് മൊത്തം അവരെ ഫോൺ നമ്പർ, ഇത് അവർ തരാനുള്ള എമൗണ്ട്. ഈ എക്സൽ ഷീറ്റ് നമ്മൾ നേരെ നമ്മുടെ സോഫ്റ്റ്വെയർക്ക് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ എക്സൽ ഷീറ്റായിട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇത് നേരെ ഇതിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ നമുക്ക് ഇവിടെ ഒരു മെസ്സേജ് കൊടുക്കാം, ഡിയർ
എന്നിട്ട് ഇതാ ഇവിടെ യൂസ് കോളം എന്ന് കണ്ടില്ലേ, അവിടെ നെയിം. ഇപ്പം ഈ നെയിം എന്ന് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഈ അപ്ലോഡ് ചെയ്ത എക്സൽ ഷീറ്റിൻ്റെ നെയിം പ്രത്യേക സെപ്പറേറ്റ് അവർക്ക് ഇങ്ങനെ പോകും. ഓക്കെ, ഡിയർ യു മസ്റ്റ് യു ഗിവ് ടു, ഇവിടെ നമുക്ക് യു ഗീവ് എന്ന് കഴിഞ്ഞിട്ട് വേരിയബിൾ 1, അഥവാ നിങ്ങൾ ഇത്ര തരാനുണ്ട്. അപ്പോൾ ഈ വേരിയബിൾ 1 എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ഈ വേരിയബിൾ 1 എന്നുള്ള കോളത്തിൽ നമ്മൾ കൊടുത്തിട്ട് എമൗണ്ട് ഉണ്ടല്ലോ, 500, 200, 300, അങ്ങനെ ഓരോ കസ്റ്റമറിനും ഓല് എത്ര തരാനുള്ളത്, ആ കസ്റ്റമറിൻ്റെ നെയിം, ഈ ലിസ്റ്റിൽ അടിയിക്ക് ഉണ്ടാവുന്ന നെയിം, അതിനാണ് ഈ ഒരു സാധനം വരുന്നത്. ഓക്കെ, അത് ഓട്ടോമേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും, പോവും. അതാണ്. അപ്പോൾ ഇതിലുള്ള ഇത് ഒരു സ്പെഷ്യൽ നമ്പർ ബാൻ ആവാതിരിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ്. എങ്ങനെ ഈ ഒരു ഓപ്ഷൻ വഴി നമ്പർ ബാൻ ആവാതിരിക്കും? ഈ നമ്പർ ബാനാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് എന്ത്, എല്ലാവർക്കും ഒരേപോലത്തെ മെസ്സേജ്. നമ്മൾ സാധാരണ എല്ലാവർക്കും ഒരേപോലത്തെ മെസ്സേജ് വിടാം, എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള മെസ്സേജ്, ഒരു മാറ്റമില്ലാതെ. നേരെ മറിച്ച് എന്തെങ്കിലും ഒരു മാറ്റമുള്ള എല്ലാവർക്കും ഒരു ഡിഫറെൻറ്റ് മെസ്സേജാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവരെ നമ്പർ ബാൻ ആവാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഈ നെയിമും വേരിയബിളൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ട് സെപ്പറേറ്റ് മെസ്സേജാണ് പോവുക. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളെ നമ്പർ ബാൻ ആവാതിരിക്കാനുള്ള പോസിബിലിറ്റി കൂടും. അങ്ങനെ അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ പ്രീമിയം ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനിയുള്ള കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള പ്രീമിയം ഫീച്ചേഴ്സാണ്. ഇപ്പോൾ നമുക്ക് ഇതിൽ ലിസ്റ്റ് മെസ്സേജിങ് എന്നുള്ള ഒരു ഫീച്ചർ അവൈലബിൾ ആണ്. ലിസ്റ്റ് മെസ്സേജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ബട്ടൺ സെൻഡിങ് നമുക്കറിയാലോ. ഇപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഓരോ മെസ്സേജിൻ്റെ ഇപ്പോൾ ഒരു മെസ്സേജ് അയക്കുന്നതിൻ്റെ കൂടെ ഇതിൻ്റെ താഴെ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഓരോ ബട്ടൺ കൊടുക്കാൻ പറ്റും. നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഈ അയച്ചതിൻ്റെ താഴെ ഇൻട്രസ്റ്റഡ്, അൺസബ്സ്ക്രൈബ് എന്ന് പറഞ്ഞുള്ള ബട്ടൺ കൊടുക്കാൻ പറ്റും. അതാണ് ബട്ടൺ സെൻഡിങ്. ഇതേപോലെ ലിസ്റ്റ് മെസ്സേജ് പറഞ്ഞിട്ടൊരു സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് നമ്മളൊരു ടെക്സ്റ്റ് മെസ്സേജ് ലിസ്റ്റ്. ഓക്കെ, ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അയക്കുന്ന മാറ്ററിൻ്റെ താഴെ ഇതേപോലെ തന്നെ ഇവിടെ നമ്മൾ അവർ സർവീസസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇത് കാണിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു മെനു ടൈറ്റിൽ കൊടുക്കാൻ പറ്റും, അവർ സർവീസസ്. എന്നിട്ട് ഈ അവർ സർവീസസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് നെക്കി കഴിഞ്ഞാൽ നമ്മളെ സർവീസുകൾ ഇങ്ങനെ വരും, ഓരോ മെനൂസ് ആഡ് ചെയ്യാം. പോസ്റ്റർ ഡിസൈനിങ്, ഡീറ്റെയിൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അങ്ങനെ അത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ അധികം സർവീസുകൾ വരും. നമ്മൾ വാട്സപ്പ് വെരിഫൈഡ് ഒഫീഷ്യൽ APIയിലേക്ക് വരുന്ന പോലത്തെ സിസ്റ്റം. അതാണ് നമുക്ക് ലിസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ബട്ടൺ സെൻഡിങ്. ബട്ടൺ സെൻഡിങ് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഫീച്ചറാണ്. ഇതാണ് ബട്ടൺ സെൻഡിങ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇൻട്രസ്റ്റഡ്, അൺസബ്സ്ക്രൈബ്, ഇതിലെന്തും കൊടുക്കാൻ പറ്റും. നമുക്ക് കോൾ ബട്ടൺ, കാര്യങ്ങൾ, എല്ലാ ഫീച്ചറും നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമുക്കിവിടെ ക്വിക്ക് റിപ്ലൈ ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഒറ്റ ക്ലിക്കിൽ റിപ്ലൈ ചെയ്യുന്ന ബട്ടൺ. പിന്നെ നമുക്ക് ഇവിടെ തന്നെ കോൾ ബട്ടൺ, കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. ഫോൺ നമ്പർ അടിച്ചാൽ കോൾ നൗ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജാണ് അവിടെ കാണിക്കുക. അതിൽ നേരെ ക്ലിക്ക് ചെയ്താൽ ഡയൽ പാഡിലേക്ക് എത്തും. പിന്നെ നമുക്ക് കോൾ ബട്ടൺ, വാട്സപ്പ് URL ലിങ്ക് കൊടുക്കാൻ പറ്റും, നമ്മളെ യൂട്യൂബിൻ്റെ ലിങ്കോ അങ്ങനെ എന്തെങ്കിലും. ഇപ്പോൾ ഇതിന് പകരം ഇവിടെ ഈ ഇൻട്രസ്റ്റഡ് എന്നുള്ളതിന് പകരം വാച്ച് വീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കസ്റ്റമർ ഐവിൽ നിൽക്കിയാലും നേരെ നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ മറ്റുള്ള എല്ലാ ഫീച്ചറും, അതാണ് ഈ ഒരു ബട്ടൺ ഫീച്ചർ എന്ന് പറയുന്നത്. മറ്റുള്ള സോഫ്റ്റ്വെയറിലൊന്നും ഉണ്ടാവാറുണ്ട്, പക്ഷേ അതൊന്നും ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യാത്തൊരു സാധനമാണ്. പക്ഷേ ഈ ഒരു സോഫ്റ്റ്വെയറിൽ അത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, പിന്നെ നമുക്ക് ഇതിലുള്ള പ്രധാനപ്പെട്ട ഫീച്ചറും മറ്റു വാട്സപ്പ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഏകദേശം 200ഓളം വാട്സപ്പ് നമ്പറുകൾ ഇതേപോലെ റിയൽ ടൈം ഇവിടെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മളിവിടെ 3 വാട്സപ്പാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ ഏകദേശം 200ഓളം വാട്സപ്പ് നമ്പറുകൾ നമുക്ക് ഒരേ സമയം ഇവിടെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ആ വാട്സപ്പിൽ നിന്നൊക്കെ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും കേട്ടോ. ഒരു നമ്പറിൽ നിന്ന് 50, അടുത്ത നമ്പറിൽ നിന്ന് 50, അങ്ങനെ 200 വാട്സപ്പ് നമ്പറുകൾ വരെ നമുക്ക് ഒരേ സമയം മാനേജ് ചെയ്യാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. ഓക്കെ, പിന്നെയുള്ള ഫീച്ചേഴ്സ് ഓഫ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ബെനിഫിറ്റ് ഫീച്ചേഴ്സാണ്. ഇപ്പോൾ നമ്മൾ മറ്റുള്ള സോഫ്റ്റ്വെയറുകളിലൊക്കെ ഇപ്പോൾ പല സോഫ്റ്റ്വെയർ നമ്മൾ മുമ്പ് കൊടുത്തിട്ടുള്ള സോഫ്റ്റ്വെയർസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സോഫ്റ്റ്വെയറിൽ ചില ഫീച്ചേഴ്സ് ഉണ്ടാവും, ചില സോഫ്റ്റ്വെയറിൽ അങ്ങനെ ഓരോ സോഫ്റ്റ്വെയറിൽ സെപ്പറേറ്റ് ഓരോ ഫീച്ചേഴ്സ് ആയിരുന്നു. അപ്പോൾ എല്ലാ സോഫ്റ്റ്വെയറിലും ഉണ്ടായിരുന്ന ഫീച്ചേഴ്സ് ഒന്നിച്ച് ഒറ്റ സോഫ്റ്റ്വെയറിൽ എന്നുള്ളൊരു പ്രത്യേകത കൂടി നമുക്ക് ഈ ഒരു ഇതിലുണ്ട്. അഥവാ മറ്റു പല സോഫ്റ്റ്വെയറുകളിലായിട്ട് നമ്മൾ ഉണ്ടായിരുന്ന പല ഫീച്ചേഴ്സും എല്ലാം കൂടെ ഒരു സോഫ്റ്റ്വെയറിൽ, ഒറ്റ സോഫ്റ്റ്വെയറിൽ നമുക്കിതിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്രൂപ്പ് ഗ്രാബിങ്, നമ്മുടെ ഫോണിലുള്ള ഗ്രൂപ്പിലത്തെ നമ്പേഴ്സൊക്കെ എടുത്തിട്ട് ഫോണിൽ ഉള്ള ഗ്രൂപ്പുകളെ നമ്പേഴ്സ്, ഇപ്പോൾ അതിലുള്ള ഓരോ ഗ്രൂപ്പുകൾ ഈ ഗ്രൂപ്പിലത്തെ നമ്പേഴ്സ് നമ്മൾ എടുക്കുകയാണ്, ഗ്രൂപ്പിലത്തെ നമ്പേഴ്സ് മൊത്തം നമുക്ക് കിട്ടി. അങ്ങനത്തെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലത്തെ നമ്പേഴ്സ് എടുക്കുന്ന സിസ്റ്റം. പിന്നെ അതേപോലെ ഓട്ടോ ചാറ്റ് ബോട്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ചാറ്റ് ബോട്ട് റിപ്ലൈസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ബട്ടൺ. ഇപ്പോൾ ഒരു കസ്റ്റമർ ഹലോ എന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മളതിൽ നിന്ന് എന്ത് മെസ്സേജ് പോകണം,
മാറ്റർ മാത്രം മെസ്സേജ് മാത്രം ഇട്ട് പോയാൽ മതി, അതോ മെസ്സേജിൻ്റെ കൂടെ ഒരു വീഡിയോ ഫോട്ടോ എന്തെങ്കിലും പോകണോ, അതോ മെസ്സേജ് വിത്ത് ബട്ടൺ പോകണോ, ലിസ്റ്റ് പോകണോ, അങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക് റിപ്ലൈസ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ള ഫീച്ചർ. പിന്നെ അതേപോലെ മെസ്സേജ് ടെംപ്ലേറ്റ് ഇതിലുള്ളൊരു സ്പെഷ്യൽ ഫീച്ചറാണ് ഇത്. ഓൾറെഡി നമുക്ക് ഇപ്പോൾ മറ്റുള്ള സോഫ്റ്റ്വെയർസിലൊക്കെ നമ്മൾ ഓരോ തവണയും ഇമേജ് മെസ്സേജ് കാര്യങ്ങളൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇമേജ് ആഡ് ചെയ്ത് മീഡിയ ഫയൽസ് നിന്ന് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് ഓൾറെഡി ഈ മാറ്റർ കാര്യങ്ങൾ വീഡിയോസ് കണ്ടൻറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ആ സമയം ഉണ്ടാകുമ്പോൾ അതാണ് സെലക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾക്കൊരു മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി നമ്മൾ എല്ലാ സമയത്തും ഇങ്ങനെ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ നമ്മൾ സേവ് ചെയ്ത കണ്ടൻറ്റ് നേരെ നമുക്ക് ഇങ്ങോട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഓട്ടോമാറ്റിക് ഇവിടെ ഇങ്ങോട്ട് വരും. അതാണ് ഇതിൻ്റെ ഈ ഒരു മെസ്സേജ് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഫീച്ചർ. ഓക്കെ, ഓൾറെഡി മാറ്ററുകൾ സെറ്റ് ചെയ്ത് വെക്കുന്ന ഫീച്ചർ. പിന്നെ നമുക്ക് ഇവിടെ ഷെഡ്യൂൾ മെസ്സേജ് സെൻറ്റർ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമുക്കത് ഷെഡ്യൂൾ ചെയ്ത് മെസ്സേജ് അയക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അപ്പോൾ തന്നെ അയക്കാതെ നമുക്കിപ്പോൾ നാളെ മോർണിംഗിൽ പോകണം, നാളെ ഒരു 8:09 പോകണം, അല്ലെങ്കിൽ മറ്റന്നാൾ പോകണം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച മെസ്സേജ് പോകണം, അതിപ്പോൾ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണ സിസ്റ്റം നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൽ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ്, കുറേ അധികം ഫീച്ചേഴ്സ് വരുന്നൊരു സോഫ്റ്റ്വെയറാണ് ഈ ഒരു സോഫ്റ്റ്വെയർ. അപ്പോൾ ഇതിന് ഡീറ്റെയിൽഡ് വീഡിയോ ആവശ്യമുള്ളവർക്ക് വേറെ വീഡിയോസ് ഉണ്ട്, നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്, നമ്മളെ ചാനലുണ്ടാവും. ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. നമ്മളിതിൽ എല്ലാം കറക്റ്റ് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിച്ചിട്ടില്ല. ഒരു ഇൻട്രൊഡക്ഷൻസ് അയച്ച് ഇതിൻ്റെ ഫീച്ചേഴ്സ് മൊത്തത്തിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ഡീറ്റെയിൽഡ് വീഡിയോ വേണ്ടവർ നമ്മളെ ചാനൽ ചെക്ക് ചെയ്യാം. നമ്മൾ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്.